പഞ്ചായത്തും മറ്റൊരു എഞ്ചിനീയറും ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ മറ്റ് സൗകര്യങ്ങളോ ചെയ്തു തരാൻ അവർക്ക് നിർവാഹം ഉണ്ടാവില്ല. കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് അതിന്റെ അടുത്ത് ഒരു ഷെഡ് വാടകയ്ക്ക് വാങ്ങിയിട്ട് അവിടെയാണ് ചെറിയ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ വേറെ ഒരു സ്ഥലം നേരത്തെ മൾഭാഗത്തെ റോട്ടിന്റെ അവിടെ വാങ്ങി അവിടെ ഒരു പണിയെല്ലാം ആരംഭിച്ചു നോക്കുമ്പോൾ അങ്ങോട്ട് ലോറി കൊണ്ടുപോകാൻ കഴിയുകയില്ല, മണ്ണ് കൊണ്ടുപോകാൻ കഴിയില്ല, സാധനം കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു വിധത്തിലും കഴിയാതെ വന്നപ്പോ ആ സ്ഥലം ഒഴിവാക്കി. പിന്നെ ഇവിടെ ഒരു 10-25ഓളം സ്ഥലം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഒന്നും കിട്ടാതെയും ചിലത് വലിയ വിലയായിട്ടുമാണ്. പിന്നെ അവസാനം അബൂബക്കറാജിനോട് പറഞ്ഞു, നിങ്ങൾ സ്ഥലം തരണോ? തരണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ കൂടെ തന്നതാണ്. സ്കൂൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ രജിസ്ട്രേഷൻ വേണം. നിങ്ങൾ ഒരു 3-4 ഏക്കർ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തു തരണമെന്ന് പറഞ്ഞ് തന്നു. ഇന്ന് വരെയും അതിന്റെ പൈസ കൊടുത്തിട്ടില്ല. എല്ലാവരും മനസ്സിലാക്കും, ഇതൊക്കെ ഇങ്ങനെ വലിയ ചോറിലാക്കുമ്പോടെ പണമൊക്കെ ശേഖരിച്ച് വെച്ചിട്ടാണ്. ഔക്രാജ് ഇങ്ങനെ മർക്കസിൽ വന്ന് നിൽക്കും, എവിടെന്നെങ്കിലും ഒരു 10 റുപ്യ കിട്ടി ചിലപ്പോ കൊടുക്കും. ഉണ്ടാതെ കൊണ്ട് പോയി നമ്മളൊരു കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലക്ക് വളരെ സ്നേഹം കാണിച്ചിട്ട് കൊണ്ട് പോരലാണ്. ഇന്ന് വരെയും ഭൂമിക്ക് വരെ വില കൊടുത്ത് തീർത്തിട്ടില്ല. അദ്ദേഹത്തിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് മകൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്, ഇത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ജോലി ഒരു ശമ്പളത്തിന് ചെയ്യുന്നവരല്ല, നിങ്ങളുടെ വ്യക്തമായ വ്യക്തികൾക്ക് സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. മർക്കസ് സഖാവത്ത് സുന്നിയുടെ കീഴിൽ ഇപ്പോൾ തന്നെ കാരന്തൂർ മർക്കസ്, കോഴിക്കോട് ഇന്റർനാഷണൽ സ്കൂൾ, കൊയിലാണ്ടി, പൂനൂര്, ഈ 3 സ്ഥലത്തായി 22,500 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, കൃത്യമായി പറഞ്ഞാൽ. കൂടാതെ കാശ്മീർ മുതൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും നിങ്ങളുടെ സ്കൂൾ ഉണ്ട്. ആ സ്കൂളുകൾ 2 ലക്ഷത്തോളം കുട്ടികൾ നേരിട്ട് നിങ്ങളുടെ നിയന്ത്രണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊന്നും ഒരു സമ്പാദ്യവും ഇല്ല. എവിടെതെങ്കിലും 10 പൈസ അതിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ട് കിട്ടിയാൽ അവിടെ തന്നെ ചെലവഴിക്കുകയല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ല. ഇവിടെ കുട്ടികളെ ചേർത്തി ഒരു 10 ഉറുപ്പിക അധികം ഉണ്ടായി ഫീസ് വാങ്ങിയിട്ട് സാലറിയെല്ലാം കഴിച്ചിട്ട് ഉണ്ടായാൽ അത് പിറ്റേ ദിവസം ആ സ്കൂൾ ഇങ്ങോട്ട് വികസിപ്പിക്കാൻ അവിടുത്തെ ഫർണിച്ചറും സൗകര്യങ്ങളും ചെയ്യാനാണ് ഞങ്ങൾ ചെയ്യുക. ഇപ്പോൾ തന്നെ ഞങ്ങൾ നടത്തിയിരുന്ന പല സ്കൂളുകളിലും ഫർണിച്ചർ ഇല്ലാത്തതുകൊണ്ട്, സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയ സ്ഥലങ്ങൾ എല്ലാം ഉണ്ട്. പെയാർ നഗറിൽ ഒരു സ്കൂളുണ്ട്, വലിയ സ്കൂളാണ്. അവിടെ ആളുകൾ വരും. ഇപ്പൊ അവിടെയും ഒരു ചെറിയൊരു കെട്ടിടത്തിന് കുറ്റി അടിച്ചിട്ട് ഉണ്ട്. ഇന്നാണ് അതിന്റെയും ഒരു കുറ്റിയടിക്കൽ കർമ്മം. ഞാൻ പിന്നെ പോയില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു സ്കൂളുണ്ട്. അവിടെ 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിനും സൗകര്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും സൗകര്യങ്ങൾ കുറവാണ്, സാമ്പത്തിക ഭദ്രതയില്ലാത്തത് തന്നെയാണ്. എങ്കിലും നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കണമല്ലോ, അല്ലാതെ ആരാണ് ഇത് ചെയ്യാൻ കഴിയുക എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു തരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളെയും ബുദ്ധിമുട്ടിക്കുകയില്ല. ഇവിടെ ഈ ഒരു കെട്ടിടം ഇവിടെയും ഒരു കെട്ടിടം താഴെയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ താഴെ കെട്ടിടമായിരിക്കും, വലിയ കുട്ടികൾക്ക് ഇവിടെയായിരിക്കും. അങ്ങനെ 2 കെട്ടിടവും പിന്നെ അതിനോടനുബന്ധിച്ച് ചെറിയ ഒരു അഡ്മിനിസ്ട്രേഷൻ
ബ്ലോക്കും ഇതെല്ലാം കൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ മാർഗങ്ങളൊന്നും എവിടെയും കണ്ടെത്തിച്ചിട്ടല്ല. അല്ലാഹു തആല ഇക്കാലം വരെ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ നമുക്ക് നടത്തി തന്നിട്ടുണ്ട് എന്ന ഒരൊറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഏതായാലും എനിക്ക് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളത്, ഇപ്പോ ഇവിടെ എല്ലാ പാർട്ടിയും നമുക്ക് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സർവ്വ ആൾക്കും അങ്ങോട്ടും അവരെ പാർട്ടി ആരാണെന്ന് വെളിച്ചത്ത് വെച്ചത്രയാണ്. അല്ലാത്തപ്പോ ഒന്നും വെളിച്ചത്ത് വരില്ല. എനിക്കും പറയാനുള്ളത് അതൊക്കെ നിങ്ങൾ വെളിച്ചത്ത് വരികയും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എന്ത് നിയമപരമായുള്ള കാര്യങ്ങളും എതിർപ്പുകളും ഒക്കെ ചെയ്തോളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി വ്യത്യാസമില്ല. ഇവിടെ ലീഗ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP വ്യത്യാസമില്ല. എല്ലാ പാർട്ടിയും ഈ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ ഇവിടെ ചേർക്കുന്നതാണ്, കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകമായി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. അതിന് ഞങ്ങൾക്ക് വളരെ സൗകര്യം ചെയ്തു തരണം നിങ്ങളെല്ലാവരും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇവിടെ ഈ മണ്ണ് മേലെ എടുത്തിട്ട് താഴെ ഇട്ടിട്ടാണല്ലോ, നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുന്നില്ല, അവിടുന്ന് കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഇതിന്റെ ഒരു കള്ളാസ് കിട്ടാൻ വേണ്ടി മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് കൊടുത്ത് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല. ഞാൻ അയാളെ വിളിച്ചാൽ നിങ്ങളൊന്ന് വരണം സാർ, ആ സ്ഥലം നോക്കാനോ, നോക്കിയിട്ട് തരണോ. ഞാൻ വരണമൊന്നുമില്ല, തന്നോളാം തന്നെ. പിന്നെയും കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു, ഇവിടെ നിയമവിരുദ്ധമായി ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഒരു കാര്യവും നിയമവിരുദ്ധമായിട്ട് ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങളിൽ ഒന്ന് കടലാസ് കിട്ടാൻ വേണ്ടി തന്നിട്ട് നിങ്ങൾ എന്താ താമസിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പൊ തന്നെ കൊടുത്താക്കാന്നാണ്. അന്നല്ല ആൾ കൊടുത്താക്കുകയും ഞങ്ങളെല്ലാം നിയമത്തിൽ കൂടെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ആരെയും ഉപദ്രവിക്കരുത്. ഇവിടെ തന്നെ വന്ന് നോക്കുമ്പോ മണ്ണവിടെ ഇവിടെ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിക്കാത്ത വലിയൊരു ചെലവ് താഴെ ഭാഗം വലിയ വമ്പിച്ച കെട്ടുകെട്ടേണ്ടി വന്നു. സിമന്റ് നിങ്ങൾക്കത് നോക്കിയാൽ കാണാം എത്ര കട്ടിയിലാണ് ആ സിമന്റും അതിന്റെ കെട്ടുമെല്ലാം ഉള്ളത്. ഇത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. കാരണം അവിടെ അപ്പുറത്തൊക്കെ വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർക്ക് വെള്ളം പോയി അവരെ ശല്യപ്പെടാൻ പാടില്ല എന്ന് കരുതി ഞങ്ങളത് ചെയ്തു. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സഹായം കൊണ്ട് കിണർ കുഴിച്ചപ്പോ നല്ലോണം വെള്ളവും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കിണറിന് നോക്കി, ആ കിണറിൽ ഈ ബോർവെല്ലാണ് കുഴിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവുകയാണല്ലോ. ബോർവെല്ല് വേണ്ട, അല്ലാത്തത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കുഴിച്ചും അള്ളാഹു നമുക്ക് വെള്ളം തന്നു. ആ വെള്ളത്തിനാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അയൽവാസികളായ ആളുകൾക്കൊക്കെ അതിൽ വെള്ളം തീരുന്നത് വരെ ഞങ്ങൾ തരും. സ്കൂളിന്റെ ആവശ്യത്തിന് മാത്രമല്ല, അയൽവാസികൾക്ക് വെള്ളമില്ലാതെ വന്നാൽ ഈ കിണറിൽ വെള്ളമുള്ള കാലത്തോളം നിങ്ങൾക്ക് ഞങ്ങൾ തരും. മർക്കസിൽ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ അറിയാം, മർക്കസിന്റെ ചുറ്റുഭാഗത്തുള്ള 60ഓളം വീട്ടുകാർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കുന്നു. അവിടെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല. എല്ലാവർക്കും പൈപ്പ് അവരെ വീട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവർക്ക്. പക്ഷെ നിയമത്തിന്റെ കൊടുക്ക് ഭയങ്കര. ചിലപ്പോ അതുകൊണ്ട് പറഞ്ഞു തീർച്ചയാണ്. ഇവിടെയാണ് മർക്കസിക്ക് വെള്ളം കൊണ്ടുവരുന്ന റോഡ് കൂടെ കൊണ്ടുവരുന്ന ഒരു വഴിയുണ്ട്. അവിടെ ചെറിയൊരു ചെടി മുളച്ചു വന്നു. അപ്പൊ അതിന്റെ വേര് കഴിച്ചപ്പോൾ പൈപ്പ് പൊട്ടിപ്പോയി. പരിസ്ഥിതിക്കാർ ഒരു കാരണവശാലും അതിന്റെ വേരട്ടിക്കാൻ പറ്റൂല, സമ്മതിക്കൂല. ആകെ ഈ കാണുന്ന വണ്ണം കുറഞ്ഞ ഈ റബ്ബറിൽ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു മരം, അതിനൊരു വേര് മുറിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞു. ഞാനപ്പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചു, 10-20,000 കുട്ടികളെയും അതിന്റെ പുറമെ ഇവിടുത്തെ ഒരു 60ഓളം വീട്ടുകാരും ആ വീട്ടിലുള്ള ഒരു 10-300 ആളുകളും വെള്ളം കുടിക്കുന്നതിനെ നിർത്തിയിട്ട് വേണം ഒരു ചെടി നിർത്താനും. നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം നൽകുന്നത്? മനുഷ്യനാണോ അതല്ലെങ്കിൽ ചെടിക്കാണോ എന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ ആള് പറയണ്ട, നല്ല ആള് തന്നെയാണ്. പക്ഷെ അയാൾക്ക് നീയത്ത് അങ്ങനെ. ഞാൻ പറഞ്ഞു 10 ചെടി ഞാൻ വെച്ചറിയില്ല അപ്പുറത്ത്, ഈ ഒരു ചെടി നമ്മൾ കൊടുക്കാം. അപ്പൊ പഞ്ചായത്ത് ആള് വരണമെന്ന് പറഞ്ഞ് പഞ്ചായത്തുകാർ വന്ന് പിന്നെന്താണ് റോഡിന്റെ
PWD വന്ന് എല്ലാരും പറഞ്ഞു അത് മുറിച്ച് ഒഴിവാക്കാൻ. അവസാനം മുറിച്ച് ഒഴിവാക്കിയിട്ട് 4 ചെടി അങ്ങ് വെച്ചു കൊടുത്ത് വെള്ളം കൊണ്ടുപോയി. അങ്ങനെ ചില നിയമക്കുറിച്ച് ഉണ്ടാക്കുന്നതിന് പകരം നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാൻ എല്ലാവരും സഹായിക്കാം. 2 മാസമായി ഈ റബ്ബറിന്റെ ചെറിയ അത്ര വണ്ണമുള്ള ഒരു മരം ഉണ്ടായിട്ട്